തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പാരമ്യതയിൽ എത്തുകയാണ്. പോർവിളികൾ ഇരുതട്ടിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലതരത്തിലും വ്യക്തിയെയും ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വോട്ടിനെ ബാധിക്കുന്ന കാര്യമായി മാറുമോ ഈ ഇത്തരത്തിലുള്ള പോർവിളികളൊക്കെ തന്നെ? ഇത് വോട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളായി മാറണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മാറ്റാൻ വേണ്ടിയാണ് ഈ കലാശക്കൊട്ട് എന്ന രീതിയിൽ തന്നെ മുഖ്യമന്ത്രി മുതൽ കേരള മുഖ്യമന്ത്രിയും തെലങ്കാന മുഖ്യമന്ത്രിയും വരെ ഇവിടെ വന്ന് വൻ പ്രയോഗങ്ങൾ നടത്തുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞത് നീ പോ മോനെ വിജയ എന്നാണ്. അപ്പോൾ അതിന് ഒരു ദിവസം വൈകി നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്ന് വേറൊരു വലിയ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. അപ്പോൾ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, രണ്ട് മുഖ്യമന്ത്രിമാരാണ്, തെക്കേ ഇന്ത്യയിലെ രണ്ട് മുഖ്യമന്ത്രിമാർ, ഇന്ത്യ മുന്നണിയിലെ രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ അങ്ങനെ ഒരു വലിയ കലാശക്കൊട്ട് നടത്തിയിരിക്കുകയാണ്. ഒന്ന് നീ പോ മോനെ വിജയ എന്നാണെങ്കിൽ ഡാഷ് മോനെ രേവന്ത വരുന്നുണ്ട് നിനക്കുള്ള മറുപടി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇതിങ്ങനെ പരമ്പര പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട്, ഇന്നിപ്പോൾ ശിവൻകുട്ടിയുടെ ഒരു പ്രഖ്യാപനം ഇപ്പം കേട്ടു, എന്നോട് വെല്ലുവിളിക്കാനുണ്ടോ, എന്നോട് സംവാദത്തിന് തയ്യാറുണ്ടോ രാജീവ് ചന്ദ്രശേഖര, കലാശക്കൊട്ടിന് മുമ്പേ വരൂ, ഇല്ലെങ്കിൽ മൗനപ്രചരണത്തിന് സമയമായി പോകും. അപ്പോൾ ഇപ്പോൾ വിപ്രാളം അടിക്കുകയാണ്. ഇത്രയും ദിവസം അദ്ദേഹത്തിന് സംവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കാൻ സമയമില്ലായിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. കലാശക്കൊട്ടിന് ഏതാനും മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പം വിളിക്കുകയാണ്, കലാശക്കൊട്ടിന് മുമ്പേ ഓടി വാ, എനിക്കൊരു സംവാദം നടത്തണം. ഇതെല്ലാം കലാശക്കൊട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ പ്രക്രിയകളാണെന്ന് കാണാം. ഇതിനിടയ്ക്കാണ് അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ പാകിസ്ഥാനോട് നമ്മുടെ താനൂരിനെ ഉപമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിവാദം ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, തിരൂരിൽ നിന്നോണ്ടാണ് പറയുന്നത്, 2 മാച്ച് നമ്മൾ പാകിസ്ഥാനിൽ ജയിച്ചു, ഇനി 3ാമത്തെ മാച്ച് നമ്മൾ ഇവിടെ ജയിക്കും, അതായത് താനൂരിൽ ജയിക്കും. അപ്പം താനൂരിനെ പാകിസ്ഥാനോട് ഉപമിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരൂരിൽ നിന്ന് ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വേർഷൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ലീഗും മറ്റും ഒക്കെ പറയുന്നത് താനൂരിനെ ഇങ്ങനെ പാകിസ്ഥാനോട് ഉപമിച്ചു. അപ്പോൾ അത് പണ്ട് ലീഗിനെ പാകിസ്ഥാൻ്റെ കൊടി പിടിക്കുന്നതെന്ന് പിന്നെ ഹിന്ദു സംഘടനകളും BJP ഒക്കെ ആരോപിക്കാറുണ്ട്. അതുപോലത്തെ ഒരു ആരോപണമാണ് അബ്ദുൾ റഹ്മാൻ തന്നെ നടത്തിയിരിക്കുന്നത്. ഇത് നാടിനെ അധിക്ഷേപിക്കലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കലാശക്കൊട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് 6ാം മന്ത്രിയുടെ ഡീലുമായിട്ട് VD സതീശൻ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും ഇന്നൊരു കലാശക്കൊട്ട് വെടിപൊട്ടിച്ചിട്ടുണ്ട്. അത് 6ാം മന്ത്രി മാത്രമല്ല, ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി വരെ ഉണ്ടാകുമെന്നുള്ളത്, ജയിച്ചാൽ ഉണ്ടാവുമെന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ കഥയല്ല. ലീഗ് ഇന്ന് ഏറ്റവും വലിയ ഒരു സാധനമായി നിൽക്കുമ്പോൾ അവരുടെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസിലെ ആൾക്കാർ ജയിക്കുന്നത്. അപ്പോൾ ഇനി കോൺഗ്രസിന്റെ ആൾ വന്നാൽ പോലും ഇപ്പൊ പണ്ടേ അല്ല, അങ്ങനെ ഒരു ഡീല് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അല്ല, അത് സത്യമാണ്. ആ ഡീലുണ്ട്. ആ ഡീലില് അദ്ദേഹം 6ാം മന്ത്രിയെ പറഞ്ഞുള്ളൂ. 19 മന്ത്രിമാരും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഫലത്തിൽ നമ്മൾ കാണേണ്ടത്. വണ്ടൂരിൽ നിന്ന് ജയിക്കുന്ന, എല്ലാ തവണയും ജയിക്കുന്ന അനിൽകുമാറുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 7ാം മന്ത്രിയോ 8ാം മന്ത്രിയോ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മുടെ വയനാട് നിന്ന് പിന്നെ ജയിക്കുന്ന കോൺഗ്രസ് മന്ത്രിമാർ തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്ന് വരുന്നവർ മന്ത്രിയായാൽ തീർച്ചയായിട്ടും അവരും ലീഗിൻ്റെ മന്ത്രിയുടെ പോലെ ആക്ട് ചെയ്യും. അപ്പം ഇതെല്ലാം ഒരു മുഖംമൂടി അണിഞ്ഞ കോൺഗ്രസ്സുകാർ ലീഗായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. അപ്പോൾ അത്തരവും ഒരു കലാശക്കൊട്ട് അവിടെയും നടന്നിട്ടുണ്ട്. അടുത്ത ഒരു കലാശക്കൊട്ട് ഞാൻ കേട്ടത് G. സുധാകരനിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. CPM-കാരും SDP-കാരും ചേർന്ന് അദ്ദേഹത്തിന് ഏത് നിമിഷവും ആക്രമിക്കാം, ഡ്രൈവറെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് തളിപ്പറമ്പിലെ TK ഗോവിന്ദനും പറയുന്നത്. എൻ്റെയും ജീവന് ഭീഷണിയുണ്ട്, ഏത് സമയവും ആക്രമണം നേരിടാം. പയ്യന്നൂരിൽ മത്സരിക്കുന്ന അദ്ദേഹവും വീണ്ടും പ്രസ്താവന ഇറക്കി. അദ്ദേഹവും കുഞ്ഞുകൃഷ്ണനും അത് തന്നെ പറയുന്നത്. കാരണം കുഞ്ഞുകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയെ വെട്ടിലാക്കിയത്. കാരണം രക്തസാക്ഷി ഫണ്ട് മോട്ടിക്കുന്നവനെന്ന് പറഞ്ഞാൽ ഈ സഖാവിൻ്റെ
രക്തസാക്ഷിത്വത്തിന്റെ ചോര നക്കി കുടിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്, വലിയ അർത്ഥമാണത്. അപ്പം അത് പാർട്ടി അണികളിലും പാർട്ടി അംഗങ്ങളിലും വലിയ വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ചെറിയ കാര്യമല്ല, ടി.കെ. ഗോവിന്ദൻ പറഞ്ഞതിനേക്കാൾ വലിയ കാര്യമാണ്, ജി സുധാകരൻ പറഞ്ഞതിനേക്കാൾ വലിയ കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞികൃഷ്ണനെ കുഞ്ഞായി കാണാൻ അവർ തയ്യാറാവില്ല. അപ്പം ഇവരെല്ലാം ഭീഷണിയിലാണ് എന്നാണ് കലാശക്കൊട്ട് ദിവസം ഇവരെല്ലാം മുറവിളി കൂട്ടുന്നത്. അപ്പം അങ്ങനെ വലിയ മുദ്രാവാക്യങ്ങളാണ് പലയിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജി സുധാകരനും വിടുന്നില്ല. ജി സുധാകരൻ ഇന്നൊരു സാധനം അടിച്ചിട്ടുണ്ട്. ഈ സുജാത, സി എസ് സുജാത നായന്മാരുടെ വീട്ടിൽ മാത്രമേ പോയി വോട്ട് ചോദിക്കുകയുള്ളൂ. അത് ചെല്ലുമ്പം വട്ട കുങ്കുമ പൊട്ടും തുളസിപ്പൂവും ഒക്കെ അണിഞ്ഞ് അങ്ങനെ ഒരു നായർ രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഒരു കലാശക്കൊട്ട് അടിച്ചിട്ടുണ്ട്. അതിന് സുജാത അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുമായിട്ട് ആലോചിച്ച് സ്ത്രീ അധിക്ഷേപം, പിന്നെ വർഗീയ അധിക്ഷേപം, ജാതി അധിക്ഷേപം ഒക്കെ നടത്തിയതിന് ഞാൻ എന്ത് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് വേറൊരു കലാശക്കൊട്ട് സുജാതയും നടത്തിയിട്ടുണ്ട്. അങ്ങനെ കലാശക്കൊട്ടുകളുടെ ഒരു പൂരം തന്നെ നടക്കുകയാണ്. ഇതിനിടയ്ക്ക് മിണ്ടാതെ ഇവിടെ വന്ന് പിണറായി വിജയനെ എന്നും സ്തുതിച്ചുകൊണ്ടിരുന്ന ശശി തരൂർ ഒരു കലാശക്കൊട്ട് നടത്തിയിട്ടുണ്ട്. 10 വർഷത്തെ പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം, ജനങ്ങളിങ്ങനെ പൂർത്തി മുട്ടി നിൽക്കുന്ന ആ ഭരണവിരുദ്ധ വികാരം എന്താ ഇപ്പോൾ അണപൊട്ടി ഒഴുകും, അങ്ങനെ അതെല്ലാം വോട്ടായി കോൺഗ്രസിന് വലിയ വിജയം നേടുമെന്ന് ശശി തരൂരും അവസാനം ഒരു കലാശക്കൊട്ടിൽ പൊട്ടിച്ചിരിക്കുന്നു. ഇത്രയും നാളും അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വികസനത്തിന്റെ നായകനായിട്ടാണ് പിണറായി വിജയനെ പലപ്പോഴും അദ്ദേഹം ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും കോൺഗ്രസിന് ഒരു ചാൻസ് കൊടുക്കുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ കലാശക്കൊട്ടിൻ്റെ അന്ന് അദ്ദേഹവും വെടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലാശക്കൊട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സഖാവ് AK ബാലൻ ഒരു കലാശക്കൊട്ട് പൊട്ടിച്ചത് ഈ SDP-യോട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരരുത് എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഒന്നും ഒരു വിഷമം ഉണ്ടായി പോകാൻ പാടില്ല, അവർക്ക് മാനസാന്തരം ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂടെ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വർഗീയവാദികളല്ലാതായി മാറണമല്ലോ. അപ്പം അങ്ങനെ നല്ലവരായി പുണ്യവാളന്മാരായി വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾ വന്ന് SDP-യെ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തെന്ന് പറയാത്തത് എന്നൊരു ഇവിടായി കൂടെ അദ്ദേഹം ഇന്ന് അടിച്ചു വിട്ടിട്ടുണ്ട്. ഗോവിന്ദൻ മാഷും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് SDP-യെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലാശക്കൊട്ട് മുഖ്യമന്ത്രി മുതൽ പൊളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ളവർ വളരെ അല്ല, ഇതൊക്കെ വോട്ട് മറിക്കാൻ കഴിയുമോ ഇതിനൊക്കെ? എവിടെ ഇത് ഇന്നലെ ഒരു കലാശക്കൊട്ട് നടത്തിയിരിക്കുന്നത് എന്താ വെച്ചാൽ SDP-യുടെ വെള്ളപൂശിക്കൊണ്ട് നടത്തിയിരിക്കുന്നു. അതിന് പുറമെ ഞങ്ങള് തെറ്റുതിരുത്തും, പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും. പാർട്ടിയിൽ തെറ്റുതിരുത്തൽ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, തെറ്റുതിരുത്തും, അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും. ടി.കെ. ഗോവിന്ദൻ പോയത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ജി സുധാകരൻ പോയത് പ്രശ്നമല്ല, കുഞ്ഞികൃഷ്ണൻ പോയത് പ്രശ്നമല്ല, മറ്റു പലരും ഇതുപോലെ പോയത് പ്രശ്നമല്ല. കാരണം എം വി രാഘവൻ പോയിട്ട് എന്തായി, ഗൗരിയമ്മ പോയിട്ട് എന്തായി, ഇതെല്ലാം ജനത്തിൻ്റെ മുമ്പിൽ അവർ പല്ലിട കുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. വോട്ട് കിട്ടാനല്ല, വോട്ട് കളയാനാണെന്നല്ല ഉപകരിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളൊന്നും അവതരിപ്പിക്കുന്നില്ലല്ലോ. ഇന്ന് കുഴൽനാടൻ ഒരു തട്ട് തട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ജലസേചന മന്ത്രി കൃഷ്ണൻകുട്ടി മുൻ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലുണ്ടായിരുന്ന ജലസേചന മന്ത്രിയായിരുന്ന നമ്മുടെ മാത്യു ടി തോമസിനെതിരെ അധിക്ഷേപം നടത്തിക്കൊണ്ട് ഇദ്ദേഹമാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത്, പ്രളയം ഉണ്ടാക്കാൻ കാരണം ഈ ഒരു പുണ്യവാളനാണ് എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് വോയിസ് മെസ്സേജാണ്. അത് മാത്യു കുഴൽനാടൻ എന്ന പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മാത്യു കുഴൽനാടനും കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും വലിയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലമായിട്ട് വന്നത് ഇപ്പോൾ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറയുന്നത് അത് എൻ്റെ ശബ്ദമല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു സീനിയർ നേതാവിനെ കൂടെ കുഴൽനാടൻ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഇതേ ശബ്ദമാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ ഇപ്പോൾ കുഴൽനാടൻ്റെ ഇത് വ്യാജമാണ്, ഇത് AI ആണ്, ഞാനങ്ങനെ ഒരു സാധനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നതായിട്ട്. ഇത് AI ആണെങ്കിൽ ഇത്രയും നീളമുള്ള ഒരു സാധനം മാത്യു ടി തോമസിനെ പുണ്യവാളൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇത്രയും ഭയങ്കരമായിട്ടൊരു സാധനം നടക്കുമോ? അല്ലെങ്കിൽ ഒരു സീനിയർ അഡ്വക്കേറ്റായ കുഴൽനാടൻ അത്തരം ഒരു മണ്ടത്തരത്തിൽ ചെന്ന് ചാടുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. എന്തായാലും കലാശക്കൊട്ടിൽ അങ്ങനെ ഒരു കലാശക്കൊട്ടും കൂടെ വന്നിട്ടുണ്ട്. അത് കരിമണൽ മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സംഗതിയായിരുന്നു ഈ കൃത്രിമ വെള്ളപ്പൊക്കം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം മാറ്റുന്നത് തടഞ്ഞു വെച്ചത്
കാരണം അവിടെ ചില പണികൾ ആ സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന കോൺട്രാക്ടറെ സഹായിക്കാനായിരുന്നു. അയാൾക്ക് വെള്ളം കുറഞ്ഞിരുന്നാൽ പണി നടത്താനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് വേറൊരു വിവാദവും ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമായി വന്നിരിക്കുന്നതിൽ പറയുന്നുണ്ട്. അത് AI ആണെന്നാണ് ഇദ്ദേഹം, AI ശബ്ദമാണ്, എൻ്റേതല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഗർഭം എൻ്റേതല്ല എന്ന് പണ്ട് ജഗതി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോൾ ഈ ശബ്ദം എൻ്റേതല്ല, അത് AI-യുടെ ആണെന്നും പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ചെങ്ങന്നൂരടക്കം ഭയങ്കരമായ ദുരന്തമുണ്ടാക്കി, വെള്ളപ്പൊക്കമുണ്ടാക്കി. സജി ചെറിയാൻ നിലവിളിച്ചു, അയ്യോ ഡാം അടയ്ക്കൂ എന്നൊരു മന്ത്രി തന്നെ വിലപിക്കുന്ന ഒരു സാഹചര്യം. MLA അന്ന് അദ്ദേഹം വിലപിച്ചത് നമ്മൾ കേട്ടതാണ്. അതെല്ലാം ഇപ്പോൾ തുറന്ന പുസ്തകമായിട്ട് കലാശക്കൊട്ടിൽ വെളിയിൽ വന്നിരിക്കുകയാണ്. ഇതെല്ലാം കേരളത്തെ മുക്കാൻ വേണ്ടി, അതായത് അഴിമതിക്ക് വേണ്ടി അവർ കേരളത്തെ മുക്കാനും മടിക്കില്ല എന്നുള്ളതാണ് കുഴൽനാടൻ്റെ വാദം. അങ്ങനെ വലിയ വിവാദങ്ങൾ, വലിയ കലാശക്കൊട്ട് നടത്തിയിരിക്കുകയാണ്. നാളെ ഒരു ദിവസം സമാധാനത്തിന് ജനത്തിനുണ്ട് എന്നുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. ആ ഒരു ദിവസത്തെ കൊണ്ട് ജനത്തിന് സമാധാനം കിട്ടുമെന്ന് സംശയമാണ്. കാരണം അത്രയധികം എല്ലാവരുടെയും ചെവിക്കകത്ത് കണ്ണിലൂടെയും ഒക്കെ അടിച്ചു കയറിയിട്ടുണ്ട്. അങ്ങനെ പ്രകമ്പനം കൊണ്ടിരിക്കുന്നവർ ഒന്ന് തണുക്കാൻ ഈ സമയം മതിയോ, ഒരു ദിവസം മതിയോ എന്നാണ് സംശയം. എന്തായാലും ഈ കലാശക്കൊട്ടിലൊന്നും വീഴാതെ ബുദ്ധിപൂർവ്വം നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് കേരളത്തെ രക്ഷിക്കട്ടെ. പ്രളയങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, അഴിമതിയിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്ന ഒരു പുതിയ സർക്കാരിനെ നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.